ഓക്കെ, ഞാൻ വിചാരിച്ചു പ്രൊമോഷന് വിനയ് ചേട്ടൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിനയ് ചേട്ടന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരം പറഞ്ഞു വിനയ്, താങ്കൾ ചോദിക്കുന്നത്. ഞാനതൊന്ന് തിരിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതായത് വിനയ് ചേട്ടൻ ഒരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഹേഷ് നാരായണൻ സാറ് ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇയാൾ നടക്കുന്നത് പോലെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അത് ആ പറഞ്ഞു കൊടുത്തത് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞത് ചലഞ്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കേട്ട ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബ്രീഫ് ഏതാ? ഞാൻ പറയട്ടെ, ലൈഫിൽ ആദ്യമായിട്ട് അൽഫോൺസ് എനിക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ സീനാണ്. ഒരു പെൺകുട്ടിയുടെ അടുത്ത് പൂവുമായി പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ അസ്ഥാനത്ത് ഉറുമ്പ് കടിക്കുന്ന സീനാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അൽഫോൺസ്. അതൊന്ന് അഭിനയിച്ച് കാണിക്കുക, എന്നിട്ട് പറയുന്നതിൻ്റെയൊക്കെ സിനിമയിൽ എടുക്കാൻ പറ്റൂല. അതായിരുന്നു ഞാൻ കേട്ടതിൽ ഏറ്റവും ടഫസ്റ്റ് സീൻ. ക്യാരക്ടർ ബ്രീഫ് അല്ലേ? ചേട്ടൻ കേട്ടല്ലോ? അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും വരുന്നില്ല. ഞാൻ ഇന്റർവ്യൂന്ന് മുമ്പോട്ട് കൊണ്ടുപോട്ടെ, എന്തെങ്കിലും പറയട്ടെ. മലർവാടിയാണ് ഫസ്റ്റ് പടത്തിന്റെ നമുക്ക് ഞാനിങ്ങനെ ഒരുപാട് ഓഡീഷൻസിനൊക്കെ പോകും. ഓഡീഷൻസിന് അവർ ഇരിക്കുന്ന ഒരു സീൻ തരുമല്ലോ, ഈ സീൻ ചെയ്ത് കാണിക്കും. പെട്ടെന്ന് പറഞ്ഞിട്ട് അത് സീൻ ചെയ്ത് അത് ഏത് ഓഡീഷന് പോയാലും നമ്മൾ മനസ്സ് 100% കൊടുത്ത് ആ സീൻ ചെയ്യാൻ പറ്റില്ല. അത് ആ ബ്രീഫ് ഭയങ്കര പാടായിട്ട്. എക്സൈറ്റഡ് ആയിട്ടുള്ള കഥയുണ്ട് നമ്മുടെ മിഥുന്റെ പടം ആട് 3യുടെ കഥ കേട്ടിട്ട് അതെന്റെ കിളി പോയതാ. ആട് 3 ഒരു രക്ഷയില്ലായിരുന്നു. നമുക്കൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ സോങ് കണ്ട കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സോങ് ഒരു റെട്രോ മൂഡുള്ള ഒരു സാധനം കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഴയകാല അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് സാധനങ്ങളൊക്കെ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒരു വിനയ് ചേട്ടന്റെ ഒരു എൻട്രി ഉണ്ട് അതിനകത്ത്. അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രത്തിന്റെ പഴയ കാലഘട്ടം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് വേണ്ടി നമ്മളൊരു പഴയ പാട്ട് പ്ലാൻ ചെയ്തു. ആ പഴയ പാട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ആ പഴയ പാട്ട് സെറ്റ് ചെയ്ത് അത് നമ്മൾ റീമിക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോഴേക്കും ആ സീൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് വേണ്ടാന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ നമുക്ക് ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ സിനിമയിൽ അത് യൂസ് ചെയ്യണമെന്നായി. അത് ഞങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ എത്തി. അവസാനം വന്നപ്പോൾ അതിന്റെ ലൈസൻസ്, അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു എന്നാ ആ പാട്ട് മിസ്സാവുന്ന പടത്തിൽ നിന്ന് പോകുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പൊ എന്നാ ആ പാട്ടിനോട് ചേരുന്ന വേറൊരു പാട്ട് നമുക്ക് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയ പാട്ടാണ്. ഓക്കെ, സോ പ്രണേഷ് ചേട്ടാ, സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു. നമ്മൾ പ്രിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്ത് തോന്നി? സന്തോഷം തോന്നി? അല്ലാതെ പ്രേക്ഷകരിലേക്ക് എങ്ങനെ കൺവേ ആവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്രൂവിനെയും ബെസ്റ്റ് കാസ്റ്റിനെയാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു പകുതി അപ്പം തന്നെ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ അത്രയും പാക്ഡ് ആയിട്ടുള്ളൊരു ഔട്ടാണ് വന്നേക്കണേ. അത്രയും എന്റർടൈൻഡ് ആണ്, അത്രയും ഫൺ ഫിൽഡ് ആണ് ആ സാധനം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. നമുക്കറിയാം ഇത് എല്ലാ ടൈപ്പ് ആൾക്കാരും ഇത് ഇഷ്ടപ്പെടും, കേറും എന്നുള്ളൊരു ഫുൾ കോൺഫിഡന്റ് ആണ്. ഓക്കെ ചേട്ടാ, നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചേട്ടൻ എന്നോട് ചോദിച്ചില്ലേ പ്രേമത്തിലെ മേരി, ആ ചോദ്യം എന്താ ഞാൻ ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചില്ലേ? അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാനത് കറക്റ്റായിട്ട് ഞാനത് ചോദിക്കാൻ എൻ്റെ മെയിൻ റീസൺ, ആനന്ദം പരമാനന്ദത്തിന്റെ പ്രൊമോഷന് ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു അതിന്റെ പ്രൊമോഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുറച്ച് ഉറക്കത്തിലേക്ക് ഇരിക്കാൻ, നമ്മൾ രണ്ടും എല്ലാവരും ഉറങ്ങിയൊക്കെ രാത്രി ഫുട്ബോൾ കഴിഞ്ഞിട്ട് വന്നതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇന്റർവ്യൂ ചോദിച്ച് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടുന്ന് പറഞ്ഞു ചേട്ടനെ കൊണ്ട് മറ്റേ പ്രേമത്തിലെ ഡയലോഗ് പറയിപ്പിക്കണമെന്ന്. ഞാൻ ആ ചോദ്യം ചോദിച്ച മാത്രമേ എനിക്ക് ഓർമ്മയുള്ളായിരുന്നു. എനിക്ക് പ്രേമത്തിലെ ഡയലോഗ് കാണണമെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പോരെ, ചോദിക്കുന്നതിന് ചോദിച്ചു. അതുകൊണ്ട് ഈ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനത്തെ സാധനങ്ങളൊന്നും. പക്ഷെ അതെന്താ അറിയോ, ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ പറയാ, അത് പറയണതിന് കുഴപ്പമില്ല. ഇപ്പൊ ഇതിപ്പോ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ അനുപമയുണ്ട്, ഞാനുണ്ട്, 10 വർഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയാണ്. അപ്പൊ അതിൽ ആ ഡയലോഗ് പറയുന്നതൊക്കെ ഭയങ്കര ഓക്കെ ആയിരിക്കും. പക്ഷെ വെറുതെ റാൻഡം ഏതെങ്കിലും ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും പ്രേമത്തിലെ ഡയലോഗ് പറയുമ്പോ ഓക്കെ, അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കടല്ലേ, തെറ്റായി പോയില്ല. ഇത് ഇപ്പൊ മാപ്പ് പറഞ്ഞു.
ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ചേട്ടാ, ഇതിപ്പം കാസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഷറഫ് ചേട്ടൻ കുറെ കാസ്റ്റ് ഷറഫ് ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നു എന്ന്. ആ ചേട്ടൻ ഇത് അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. അത് ഇത് അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഇന്ന കാസ്റ്റ് ഇന്ന ആൾ ചെയ്യണം അങ്ങനെയൊക്കെ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? ഇന്ന ആൾ ഇന്ന ചെയ്യണം എന്നൊക്കെ ഒരു അലൈൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ എല്ലാവരും പ്ലേസ് അതൊക്കെ തന്നെ. പിന്നെ പറഞ്ഞാൽ ബെറ്റർ കാസ്റ്റിംഗ് നമുക്ക് ഓപ്ഷൻ വരുമ്പോ നമ്മൾ അതിലേക്ക് നമുക്ക് ഭയങ്കര ബെറ്റർ കാസ്റ്റിംഗിലേക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗിലേക്കാണ് നമ്മൾ സിനിമ പോയത് മൊത്തത്തിൽ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ചെറുതായിട്ടൊക്കെ പിടിച്ച്, പക്ഷെ ഈ ആർട്ടിസ്റ്റുകളെയും അത് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന നമുക്ക് അറിയാവുന്ന സ്ക്രിപ്റ്റാണ്, അത് ചെയ്യുമ്പോൾ അവര് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവര് എങ്ങനെയെങ്കിലും കൊണ്ടുവരാതെ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട്. പിന്നെ എനിക്കും ഹാപ്പിയാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഇന്ന ആള് വരാന്ന് പറയുമ്പോ അത്രയും സന്തോഷമാണ് നമുക്ക്. അപ്പൊ അത്രയും പ്രൊഡക്ഷൻ അത്രയും നമുക്ക് തരുമ്പോ ഹാപ്പി. ഓക്കെ ചേട്ടൻ, ഇപ്പൊ നമ്മൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചേട്ടൻ മനസ്സിൽ വെക്കുന്ന 2 ടിപ്പ് എന്താ? ഞാൻ ഉടനടി ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വേഗം പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് കുറവായിരുന്നു. കാരണം ഞാൻ ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തന്നെ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇതെന്താ ടെൻഷൻ ആയിരുന്നു ചേട്ടാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന? ടെൻഷൻ അല്ല, ഇതിപ്പോ എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. ലൈക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ പരിപാടി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എന്താ പറയാ, എനിക്ക് അത്ര സുഖമായിട്ട് വെറും നടൻ മാത്രമായിട്ട് വന്ന് അഭിനയിച്ച് എപ്പോ പോകാൻ പറ്റുമോ അപ്പോ ഇനി ഞാൻ അഭിനയിക്കും. അല്ലാതെ മറ്റുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തായിരിക്കും. ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോണർ ഒക്കെ ഉണ്ടോ? ഇന്ന രീതിയിലുള്ള ഒരു സിനിമ സ്ക്രിപ്റ്റ് വന്നാൽ പ്രൊഡ്യൂസ് ചെയ്യും? ഇല്ല, അങ്ങനെ ഒരു മുൻധാരണകളും ഒന്നുമില്ല. കുറച്ചും കൂടി എന്റർടൈനറുകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. പ്രത്യേകിച്ചൊന്നും വേറെ പ്രൂവ് ചെയ്യണ്ട. ആസ് എ പ്രൊഡ്യൂസർ ജസ്റ്റ് നല്ല സിനിമകൾ ചെയ്യാം, നല്ല ആ ജനം കാണുന്ന തിയേറ്ററിൽ വന്ന് കാണുന്ന സിനിമകൾ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്. വെരി ഗുഡ്. അത്ര ബോറായിരുന്നോ? ബോറടിപ്പിച്ചു? നല്ല നൈസ് ആയിരുന്നു. ചേട്ടൻ പറയുമ്പോ എനിക്കൊരു ആക്കല് ഫീൽ ചെയ്യുന്നു. നൈസ് ആയിരുന്നു എന്നൊക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ സിനിമ റിലീസ് ചെയ്യാണ്. അപ്പം അടിപൊളി ഹിറ്റ് ആവട്ടെ സിനിമ. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എല്ലാരും പോയി കാണുന്നതായിരിക്കും. ഉറപ്പായിട്ടും കാണുക. ഓക്കെ, ഒരു രസമുള്ള സിനിമയാണ്. ഒരു മൂഡ്, ഒരു വൈബ്, ഒരു റൈഡ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു.